5 മിനിറ്റിൽ ഇതുപോലൊരു റിയലിസ്റ്റിക് ഹെയർ നമുക്ക് വരച്ചെടുക്കാം. 15 രൂപ മാത്രം വരുന്ന ക്യാമലിൻ്റെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ടാണ് നമ്മളിത് വരച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ പെൻസിൽ വെച്ച് മുടിയുടെ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. അത് ഭയങ്കര അധികം ആദ്യമേ കറുപ്പിക്കരുത്, കാരണം കറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈലൈറ്റ്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ റെഫറൻസ് ഇമേജിൽ എങ്ങനെയാണോ അതുപോലെ ഓരോരോ വരകളായിട്ട് മുടി ഡാർക്കൺ ചെയ്യുക. അതിൽ ഹൈലൈറ്റ്സ് വരുന്ന പോർഷൻ മാത്രം നമ്മൾ അധികം ഡാർക്കൺ ചെയ്യാതെ വളരെ ലൈറ്റ് ഷെയ്ഡിൽ, ഒട്ടും പ്രഷർ അപ്ലൈ ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ ഡാർക്കായിട്ട് വരുന്ന ഹൈലൈറ്റ്സ് അതില്ലാതെ ഡാർക്കായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് ഡാർക്കായിട്ട് ചെയ്യുക. ഇതുപോലെ അങ്ങനെ നമ്മുടെ ഹെഡ് പോർഷൻ മൊത്തം ഇതുപോലെ ഫില്ലാക്കി കൊടുക്കുക. ഈ അറ്റം വരുന്ന റീജിയൻ വളരെ കട്ടിയായിട്ടായിരിക്കില്ല, അപ്പോൾ അതും നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് ഓരോരോ വരകളായിട്ട് ഇതുപോലെ കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക്, ഓരോ മുടികൾ സ്റ്റാർട്ട് ചെയ്യണ പോലെ ഒരു റിയലിസ്റ്റിക് ഫീല് കിട്ടാൻ അത് ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു മെത്തേഡിൽ ഫുൾ മുടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഷെയ്ഡിങ് കഴിഞ്ഞേക്കുവാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലൊരു മേക്കപ്പ് ബ്രഷാണ്. ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളത് ഫുള്ളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കായിട്ടുള്ള വരുന്ന ഏരിയ നല്ല ഡാർക്കായി ബ്ലെൻഡ് ആവും. ലൈറ്റായിട്ടുള്ള ഏരിയാസിൽ ലൈറ്റായിട്ടാണ് ബ്ലെൻഡ് ആവുള്ളൂ. അത് നല്ലപോലെ ബ്ലെൻഡ് ആവും, പക്ഷേ ലൈറ്റ് ടോൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മൊത്തം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ മുടിയുടെ അടിവശമൊക്കെ വരുമ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഏരിയയും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഫീല് കുറച്ച് നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ബ്ലെൻഡിങ് പ്രോസസ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതാണ് മോണോ സീറോ ഇറേസർ. അപ്പോൾ ഇതൊരു ഇറേസറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് വരുന്ന പോർഷൻസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്നതിൽ ഹൈലൈറ്റ്സ് ഉള്ള പോർഷൻസ് കുറച്ച് ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തത് പെട്ടെന്ന് ഹൈലൈറ്റ്സ് എളുപ്പത്തിൽ കൊടുക്കാനാണ്. ഡാർക്കറായിട്ട് ഷെയ്ഡ് ചെയ്യുന്ന സ്ഥലത്ത് ഹൈലൈറ്റ്സ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ച് പതുക്കെ നമുക്ക് ഇറേസ് ചെയ്ത് ഹൈലൈറ്റ്സ് കൊടുക്കാം. ഓരോ വരകളായിട്ട് ഇറേസ് ചെയ്ത് ഹൈലൈറ്റ്സ് കൊടുക്കുക. ആ മുടിയുടെ ഫ്ലോ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം. കുറച്ച് ഡാർക്കായിട്ട് വരുന്നിടത്ത് പതുക്കെ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ആ മുടിയുടെ ഓരോ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ചുമ്മാ ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫീല് കിട്ടില്ല. എന്നാൽ നമുക്കത് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് തെളിഞ്ഞ് കാണുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മുടിയുടെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. എപ്പോഴും മുടി ഒരേപോലെ കിടക്കില്ല, ചിലതൊക്കെ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ വരും. എല്ലാം ഒരേ ഫ്ലോയിൽ ഇങ്ങനെ വന്നൊന്നിരിക്കില്ല. ഈ പ്രോസസ്സ് ഫുള്ള് റിപ്പീറ്റ് ചെയ്ത്
ഫുൾ കംപ്ലീറ്റ് ആവുക മുടി മൊത്തം. എവിടെയെങ്കിലും കുറച്ച് ഹൈലൈറ്റ്സ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടെ ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം. പിന്നെ ഹൈലൈറ്റ്സ് നല്ല തിളങ്ങി നിൽക്കുന്ന, ഇപ്പോൾ ഫ്ലാഷൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുടി ഇങ്ങനെ തിളങ്ങി നിൽക്കും. അങ്ങനെയുള്ളത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നൊരു മെത്തേഡാണ്.